അതിനിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബീഹാർ ഒരുങ്ങിക്കഴിഞ്ഞു. NDA സർക്കാരിനെ താഴെ ഇറക്കാൻ കച്ചകെട്ടി പ്രതിപക്ഷം ആഞ്ഞടിക്കുമ്പോൾ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് അങ്ങ് ബീഹാറിൽ കളം ഒരുങ്ങുന്നത്. RJD ഇന്ത്യ സഖ്യത്തിനെ നയിക്കുമ്പോൾ BJP ആണ് NDAയിൽ പ്രധാന കക്ഷി. കൂട്ടിന് നിതീഷ് കുമാറിന്റെ JDUവും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുമുണ്ട്. തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ആദ്യത്തെ അഭിപ്രായ സർവേ പുറത്തു വരുമ്പോൾ ഇന്ത്യ ക്യാമ്പിനാണ് ആശ്വാസം. കാരണം വലിയ അന്തരത്തിൽ ഭരണം പിടിച്ച NDA കുറി താഴേക്ക് പതിക്കും. NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള അന്തരം വെറും 1% മാത്രമായി കുറയും. 1% വോട്ടിന്റെ ബലത്തിൽ മാത്രം NDA ബീഹാറിൽ അധികാരം പിടിക്കുമെന്നാണ് അഭിപ്രായ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. പീപ്പിൾസ് പൾസ് ബീഹാർ മോഡ് റിപ്പോർട്ടറാണ് പുറത്തു വന്നിരിക്കുന്നത്. ആധികാരികമായി നടത്തിയ സർവേയാണ് ഇതെന്ന് ഇവരുടെ കഴിഞ്ഞകാല സർവേകൾ പരിശോധിച്ചാൽ പറയാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും താഴെത്തട്ട് മുതൽ നടത്തിയ പ്രകടനങ്ങൾ ബീഹാറിലെ ജനത ഏറ്റുവാങ്ങിയെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പീപ്പിൾസ് പൾസ് റിസർച്ച് ഓർഗനൈസേഷൻ ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ ബീഹാറിലെ 38 ജില്ലകളിലായി നടത്തിയ സമഗ്രമായ 45 ദിവസത്തെ സർവേയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സംസ്ഥാനത്തെ 243 സീറ്റുകൾ ബീഹാറിന്റെ ഭാവി നിർണ്ണയിക്കുക മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വിശാലമായ ഭൂപ്രകൃതിയെ സ്വാധീനിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സഖ്യങ്ങൾക്കും പാർട്ടികൾക്കുമുള്ള വോട്ട് വിഹിതവും സർവേ പ്രവചിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം, ജാതി വേർതിരിവുകൾക്കപ്പുറം എത്തിച്ചേരാനുള്ള തേജസ്വി യാദവിന്റെ ശ്രമങ്ങൾ, ഭരണവിരുദ്ധ വോട്ടുകൾ നേടാനുള്ള JSPയുടെ കഴിവ് തുടങ്ങിയവ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. SIT അന്വേഷണങ്ങൾ പോലുള്ള ദേശീയ വിഷയങ്ങളേക്കാൾ പ്രാദേശിക പ്രശ്നങ്ങൾ, MLA പ്രകടനം, അടിസ്ഥാന സൗകര്യ വിടവുകൾ എന്നിവയാണ് പ്രതികരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധാലുക്കളാണ്. വോട്ടർ തീരുമാനങ്ങളുടെ അടിത്തറയായി ജാതി എന്ന വികാരം ഇപ്പോഴും ബീഹാറിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ മിഥില, സീമാഞ്ചൽ പോലുള്ള പ്രദേശങ്ങളിൽ വർഗീയ സ്വരങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, കുടിയേറ്റം എന്നിവയാൽ നിതീഷ് കുമാറിന്റെ NDAക്കെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. സർവേ ഫലം ഒന്ന് വേഗത്തിൽ നോക്കാം. JDU, BJP, LJP തുടങ്ങിയ പാർട്ടികൾ അണിനിരക്കുന്ന NDAക്ക് 41% വരെ വോട്ടാണ് നേടാൻ സാധിക്കുന്നത്. കോൺഗ്രസും RJDയും ഇടതുപക്ഷ പാർട്ടികളും ഉൾപ്പെടുന്ന മഹാഗത്ബന്ധൻ സഖ്യത്തിന് 40% വരെ വോട്ട് പിടിക്കാൻ സാധിക്കും. പാർട്ടികളുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ 28% വോട്ട് BJP ബീഹാറിൽ നിന്ന് പിടിക്കുമ്പോൾ എതിർചേരിയിൽ നിൽക്കുന്ന RJD 31% വോട്ട് പിടിക്കുമെന്ന് സർവേ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇവിടെ എടുത്തു കാണേണ്ട കാര്യം ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി പിടിക്കുന്ന 6% വോട്ട് ബീഹാറിന്റെ ഗതി നിർണ്ണയിക്കും എന്നതാണ്. നിതീഷ് കുമാറിന്റെ തലയ്ക്ക് മുകളിലൂടെ ചാടിക്കടന്ന് ചിരാഗ് പാസ്വാൻ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിപ്പുറപ്പിക്കാനുള്ള സാധ്യതകളാണ് അങ്ങ് ബീഹാറിൽ നിന്ന് വരുന്നത്. നിതീഷ് കുമാറിന്റെ ഐതിഹാസിക രാഷ്ട്രീയ ജീവിതത്തിന് കൂടി ബീഹാറിൽ കർട്ടൻ വീഴുമെന്ന കാര്യം സർവേയിൽ അടിവരയിട്ട് പറയുന്നുണ്ട്.